ശ്രീലങ്കയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. പ്രസിഡന്റ് അനുരകുമാര ദിസനായികയുടെ NPP കൂറ്റൻ ജയത്തിലേക്ക് അടുക്കുകയാണെന്നാണ് അറിയുന്നത്. ദിസനായികയ്ക്ക് ഭൂരിപക്ഷം തേടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകുക. സുവി, വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് ദിസനായിക അടുക്കുന്നുവെന്ന് പറയുമ്പോൾ അശ്വതി, ശ്രീലങ്കയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഒരു കൂറ്റൻ ഭൂരിപക്ഷത്തിലേക്കാണ് നിലവിലുള്ള പ്രസിഡന്റ് ദിസനായികയുടെ സഖ്യം NPP പോകുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദിസനായികയുടെ സഖ്യത്തിന്, അതായത് NPPക്ക് 80 സീറ്റുകളാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. പ്രേമദാസയുടെ സമാജി ജനബലവേഗായ 21 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു കൂറ്റൻ ഭൂരിപക്ഷത്തിൽ ഇനിയും വോട്ട് എണ്ണാൻ ബാക്കിയുണ്ട്. ആ വോട്ടെണ്ണൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഒരു വിവരങ്ങൾ വരുന്നത്. ഇതിൽ പുലോനരുവ, ബാദുല, മഡാര തുടങ്ങിയ ജില്ലകളിൽ ഒരു കൂറ്റൻ സ്വീപ്പ് തന്നെ ഈ ഒരു NPP സഖ്യത്തിന് ഉണ്ടായതായുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അനുരകുമാര നായികയ്ക്ക് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് കടന്നുപോയത്. നേരത്തെ അദ്ദേഹം പാർലമെന്റിൽ അധികാരത്തിൽ വന്നുവെങ്കിലും അദ്ദേഹത്തിന് പാർലമെന്റിൽ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 3 സീറ്റുകൾ മാത്രമാണ് NPP സഖ്യത്തിന് ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പാർലമെന്റ് പിരിച്ചുവിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. 225 അംഗ സഭയിൽ 113 സീറ്റുകളാണ് പിന്തുണയാണ് 113 സീറ്റുകളുടെ പിന്തുണയാണ് ആവശ്യമുള്ളത്. ആ ഒരു പിന്തുണയിലേക്ക് ഇപ്പോൾ ദിസനായികയുടെ പാർട്ടി അടുക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ദിസനായിക വാഗ്ദാനം നൽകിയ സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ തീരുമാനമെടുക്കണമെങ്കിലും ഈ പാർലമെന്റിൽ ഭൂരിപക്ഷം നിർബന്ധമാണ്. ആ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും അതിലേക്ക് അടുക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ റനിൽ വിക്രമസിംഗയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളോട് വിയോജിപ്പ് ഉണ്ടായിരുന്നു ശ്രീലങ്കൻ ഭരണകൂടത്തിന്. റനിൽ വിക്രമസിംഗയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ മാറ്റിമറിക്കും എന്നൊരു പ്രഖ്യാപനമാണ് ദിസനായിക നൽകിയിരുന്നത്. ആ ഒരു സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ JVP എന്ന പാർട്ടിയാണ് ദിസനായികയുടെ. അത് കൂറ്റൻ ഭൂരിപക്ഷം നേടുമെന്ന് എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നു. ആ ഒരു പ്രവചനങ്ങൾ സത്യമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അശ്വതി. ശരി സുവി, ഇപ്പോൾ